സോണ്ട് ഓപ്പണിംഗ് സീനിൽ പുട്ടിങ്ങും നമ്മുടെ സാഞ്ചിയും അവർ രണ്ടുപേരും അങ്ങനെ കടന്നു വരികയാണ്. കപ്പോങ്സ് ആണെങ്കിൽ ഇപ്പൊ സാഞ്ചിയെ കണ്ട് അത്ഭുതപ്പെടും. കാരണം അവന്റെ മുഖത്ത് യാതൊരു തരത്തിലുള്ള പേടിയോ മരണഭയോ ഒന്നും തന്നെ കാണാനില്ല. അവൻ വളരെ കൂളാണ്. അവിടുന്ന് അങ്ങനെ ക്യാമറ സൂം ചെയ്ത് കപ്പോങ്സിന്റെ വയറ്റിനുള്ളിൽ കാണിക്കും. അവിടെയാണെങ്കിൽ ജിംബൈ അച്ചറം പൊച്ചറം ആരെയോ ഇടിക്കുകയാണ്. ഇടിക്കുന്നത് മറ്റാരെയല്ല, സാക്ഷാൽ നമ്മുടെ ലൂഫിയെ. അവനെ ഗാഠനിദ്രയിൽ നിന്ന് എങ്ങനെയെങ്കിലും എഴുന്നേൽപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അവൻ അച്ചറും പൊച്ചറും ആഞ്ഞടിക്കും. പക്ഷെ ലൂഫിയാണെങ്കിൽ അപ്പോഴും കൂർക്കം വലിച്ചുറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. ജിംബയ്ക്ക് മനസ്സിലാവും അവൻ നല്ല ഉറക്കത്തിലാണ്. 2 ദിവസം പ്രോപ്പറായിട്ട് റെസ്റ്റ് എടുത്തിട്ടില്ല. മാത്രമല്ല ഫുഡും കഴിച്ചിട്ടില്ല. നിരന്തരമായിട്ട് ഫൈറ്റൊക്കെ ചെയ്ത് അവൻ ടോട്ടലി തളർന്നിരിക്കുകയാണ്. സോ എന്തെങ്കിലും അവനെ ട്രിഗർ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ അവനിപ്പോ ഇത്രയും വലിയ ഉറക്കത്തിൽ നിന്ന് ഉണരുകയുള്ളൂ. അതിനൊരേ ഒരു വഴി ടേസ്റ്റും സ്മെല്ലും ഉള്ള ഫുഡ് അവന്റെ അടുത്തേക്ക് കൊണ്ടുവരിക എന്നത് മാത്രമാണെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ അതിനുള്ള ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങും. അതേസമയം ഇവിടെ ആ ടീ പാർട്ടി നടക്കുന്ന ഹാള് കാണിക്കുകയാണ്. അവിടെ ഓരോരുത്തരും വളരെ ഹാപ്പി ആയിട്ടിരിക്കും. വിൻസ്മോക്ക് ഫാമിലി അവരാണെങ്കിൽ എപ്പോഴത്തേതും പോലെ അവരുടെ സ്ഥായിയായ ഭാവം സീരിയസ് ആയിട്ട് എയറൊക്കെ പിടിച്ച് അങ്ങനെ കുത്തിയിരിക്കുകയാണ്. പുട്ടിങ് ആണെങ്കിൽ മുഖത്ത് ഒരു നിഷ്കളങ്കമായ ചിരിയൊക്കെ കൊടുത്ത് ഉള്ളില് കലി കയറി നിൽക്കുകയാണ്. സാഞ്ചിയെ കൊല്ലാനുള്ള വെറി അതങ്ങനെ കൂടി വരും. അതേസമയം സാഞ്ചി ആണെങ്കിൽ അവളെ നോക്കി ചിരിച്ച് ിലൂടെ ബ്ലഡൊക്കെ ഒലിപ്പിച്ച് നിൽക്കുകയാണ്. അവന്റെ മനസ്സ് അവൻ കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കും. പക്ഷേ അവളുടെ മുഖം ഇത് കാണുമ്പോൾ സാഞ്ചിയുടെ കൺട്രോൾ പോയി അവളെ വിശ്വസിക്കുകയാണ്. അപ്പോഴാണെങ്കിൽ ആ വലിയ വെഡ്ഡിംഗ് കേക്ക് അതുണ്ടാക്കിയ ഷെഫുകളെല്ലാം മുകളിൽ സ്റ്റേജിലേക്ക് വരികയാണ്. അവരെല്ലാവരും ചേർന്ന് റൗണ്ട് ചെയ്ത് നിന്ന് ഇപ്പോൾ വെഡ്ഡിംഗ് ഗീതമൊക്കെ പാടി അങ്ങനെ അടിച്ചു പൊളിക്കും. പുതുതായിട്ട് കല്യാണം കഴിക്കാൻ പോകുന്ന പുട്ടിങ്ങിനും സാഞ്ചിക്കും അവർക്ക് രണ്ടുപേർക്കും വിഷൊക്കെ കൊടുത്ത് ആ സീനിയർ ഷെഫ് ആണെങ്കിൽ ആളുടെ സ്ക്വാഡ് അത് നിലത്തങ്ങനെ ആഞ്ഞു വെട്ടുകയാണ്. അടുത്ത നിമിഷം ആ ഒരു ഫ്ലോർ തന്നെ തകർത്ത് ആ വെഡ്ഡിംഗ് കേക്ക് മുകളിലേക്ക് വരും. ആ കേക്ക് കണ്ട എല്ലാവരും കണ്ണ് തള്ളി നിൽക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ബിഗ് മോം. അത് വെറും ഒരു കേക്കല്ല, ഒരു കോട്ടയുടെ ഷേപ്പിൽ ഉണ്ടാക്കിയ ജയന്റ് കേക്കാണ്. ബിഗ് മോമിന്റെ വായിൽ വെള്ളം ഊറി അവൾ അതിലേക്ക് തന്നെ നോക്കും. ബിഗ് മോം ആണെങ്കിൽ ആ സീനിയർ ഷെഫിനെ അഭിനന്ദിക്കും. കാരണം ആ കേക്കിനൊരു പ്രത്യേകതയുണ്ട്. അതിന്റെ ഏറ്റവും ടോപ്പിൽ ഒരു സ്റ്റേജ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ വെച്ചാണ് പുട്ടിങ്ങും സാഞ്ചിയും വിവാഹം കഴിക്കുക. പുട്ടിങ് ആണെങ്കിൽ ക്യൂട്ട് എക്സ്പ്രഷനൊക്കെ ഇട്ട് സാഞ്ചിയുടെ കൈ ചേർത്ത് പിടിക്കും. മനസ്സിൽ അവൾ സാഞ്ചിയെ വെറുത്തും ചീത്ത വിളിച്ചും അവനോട് അടുത്ത് നിൽക്കുകയാണ്. സാഞ്ചിയും പുട്ടിങ്ങും ആണെങ്കിൽ ഒരു വിധത്തിൽ ആ കേക്കിന്റെ മുകളിലുള്ള സ്റ്റേജിലേക്ക് കയറും. പുട്ടിങ്ങിന്റെ ഫാമിലിയും സാഞ്ചിയുടെ ഫാമിലിയും അവർ രണ്ടുപേരും VIP സീറ്റിലിരുന്ന് ആ മാരേജ് കാണുകയാണ്. ബിഗ് മോമിന്റെ ആൾക്കാരാണെങ്കിൽ അറ്റാക്ക് ചെയ്യാൻ തയ്യാറായിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കും. സാഞ്ചിയുടെ ബ്രദേഴ്സ് ആണെങ്കിൽ പുട്ടിങ്ങിനെ കണ്ട് അത്ഭുതത്തോടു കൂടെ നോക്കും. കാരണം ബിഗ് മോമിന്റെ മക്കളെല്ലാം അവളെപ്പോലെ തന്നെ വളരെ വിയേർഡായിട്ടുള്ള ലുക്കുള്ളവരാണ്. പക്ഷേ പുട്ടിങ്ങിന് മാത്രം നല്ല സൗന്ദര്യം. പുട്ടിങ്ങിന് സൗന്ദര്യം ഉണ്ടാവില്ല എന്ന് കരുതിയാണ് ഇവർ 3 പേരും ഈ പ്രപ്പോസൽ നിന്ന് റിജക്ട് ചെയ്തത്. മാത്രമല്ല ബിഗ് മോമിന്റെ മരുമകനാവുന്നവൻ പിന്നീട് അവളുടെ കാൽ കീഴിൽ ഒരു അടിമയെ പോലെ ജീവിക്കണം. ഇവിടെ റേച്ചു ആണെങ്കിൽ ചുറ്റും നോക്കും. ആ വില്ലന്മാരെല്ലാവരും അവരെ റൗണ്ട് ചെയ്ത് കഴിഞ്ഞു. അവരുടെ കയ്യിലാണെങ്കിൽ ഇപ്പൊ ആയുധമൊന്നുമില്ല. എന്ത് വേണമെങ്കിലും ഏത് നിമിഷം വേണമെങ്കിലും സംഭവിക്കാം. അതേസമയം ഇവിടെ ഒരു വിധത്തിൽ ജിംബൈ ആണെങ്കിൽ ലൂഫിക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് ഫുഡൊക്കെ കൊണ്ടുവന്ന് അവന്റെ ഉറക്കം അത് എഴുന്നേൽപ്പിച്ചിരിക്കുകയാണ്. ജിംബൈ ആണെങ്കിൽ ലൂഫിയെ തൂക്കിയെടുത്ത് ആ മിറർ ഡയമെൻഷൻ വഴി ഓടുകയാണ്. ലൂഫി ആണെങ്കിൽ ആ ഫുഡ് മുഴുവൻ അവന്റെ കയ്യിൽ ഹോൾഡ് ചെയ്ത് പിടിക്കും. ഇവിടെ കല്യാണത്തിന്റെ പ്രയേഴ്സും സോങ്സും അതെല്ലാം തന്നെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. എല്ലാവരുടെയും ഹാർട്ട് ബീറ്റ് അതങ്ങനെ കൂടി വരും. ഇവിടെ ബിഗ് ബോമിന്റെ എൽഡർ സണ്ണ് അവനാണെങ്കിൽ ഇപ്പൊ സാഞ്ചിയുടെ ഫ്യൂച്ചർ നോക്കുകയാണ്. അപ്പോഴായിരിക്കും അവൻ ആ കാഴ്ച കാണുക. സാഞ്ചി ഫ്യൂച്ചറിൽ മരിച്ചിട്ടില്ല. മാത്രമല്ല പുട്ടിങ് അവളങ്ങനെ താഴെ ഇരുന്ന് കരയുന്നതായിട്ടായിരിക്കും അവൻ കാണുക. ഇവിടെ സാഞ്ചി അവൻ അങ്ങനെ പുട്ടിങ്ങിന്റെ അടുത്തേക്ക് വന്ന് ആ ഒരു ഷോള് അത് മാറ്റാൻ തുടങ്ങുകയാണ്. കട്ട് ചെയ്ത ഇവിടെ സാഞ്ചി അവൻ പതിയെ അവളുടെ തലയിലിട്ടിരിക്കുന്ന ആ ഒരു സ്കാർഫ് അതങ്ങനെ മുകളിലേക്ക് ഉയർത്തുകയാണ്. എല്ലാവരുടെയും ഹാർട്ട് ബീറ്റ് അത് കൂടി വരും. പ്രത്യേകിച്ച് ബിഗ് മോമിന്റെ. ഇവിടെ ആ സ്കാർഫ് അത് മുകളിലേക്ക് ഉയരേണ്ട താമസം അവളാണെങ്കിൽ അവളുടെ റിയൽ ഫേസ് അത് കാണിക്കുകയാണ്. അവളുടെ തൃക്കണ്ണ്, 3ാം കണ്ണ് അത് അവൾ സാഞ്ചിക്ക് നേരെ തുറന്നു കാണിച്ച് ടെററായിട്ട് ചിരിക്കും. അതിനുശേഷം ഗണ്ണെടുത്ത് പോയിന്റ് ചെയ്യാണ്. പക്ഷെ അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. ആ ഒരു കണ്ണ് അത് കാണേണ്ട താമസം സാഞ്ചി അങ്ങനെ ഇംപ്രസ്ഡ് ആയി. വാവ്,
മനോഹരമായിരിക്കുന്നു. ഇത്രയും മനോഹരമായിട്ടുള്ള 3 കണ്ണുള്ള സ്ത്രീയെ ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറയും. അവനത് പറയേണ്ട താമസം അവളുടെ കയ്യിൽ നിന്ന് ആ ഗണ്ണറിയാ താഴെ പോവാണ്. അവൾ ഒരു സെക്കൻഡ് ഷോക്കായിട്ട് സാഞ്ചിയെ തന്നെ നോക്കി നിൽക്കും. കാരണം ബിഗ് മോം അവളുടെ അടുത്ത് പറഞ്ഞത് നിന്റെ 3ാമത്തെ കണ്ണും റിയൽ ഫേസൊക്കെ കണ്ടു കഴിയുമ്പോൾ സാഞ്ചി ഞെട്ടി പുറകിലേക്ക് മാറുമെന്നാണ്. ആ സമയത്ത് നീ ഗണ്ണ് ഉപയോഗിച്ച് അവനെ ഷൂട്ട് ചെയ്ത് കൊല്ലണം എന്നാണ് അവളെ പറഞ്ഞ് ഏൽപ്പിച്ചത്. പക്ഷേ ബിഗ് മോം പറഞ്ഞ കാര്യങ്ങളെല്ലാം കീഴ്മേൽ മറിഞ്ഞ് നമ്മുടെ സാഞ്ചി മറ്റൊന്നാണ് അവളോട് പറഞ്ഞത്. അവളാണെങ്കിൽ ഒരുപാട് അത്ഭുതത്തോടു കൂടെ സാഞ്ചിയെ നോക്കി നിൽക്കും. ഇവിടെ ബിഗ് മോമിനാണെങ്കിൽ എന്താ സംഭവിക്കണേന്ന് മനസ്സിലാവില്ല. അവൾ പുട്ടിങ് സാഞ്ചിയെ ഷൂട്ട് ചെയ്യുന്നത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ബിഗ് മോം ആണെങ്കിൽ അങ്ങനെ പുറപുറക്കാൻ തുടങ്ങും. പുട്ടിങ് അവനെ ഷൂട്ട് ചെയ്യേ, അവനെ വെറുതെ വിടാൻ പാടില്ല. പ്ലാൻ അത് കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യേ. ഇവിടെ പുട്ടിങ് അവൾ ഒരു സെക്കൻഡ് അങ്ങനെ പൊട്ടിക്കരഞ്ഞ് നിലത്തിരിക്കുകയാണ്. അവൾ ജനിച്ചപ്പോൾ മുതൽ ഇതുവരെ ആരും അവളുടെ 3ാമത്തെ കണ്ണിനെയും അവളുടെ ഫേസിനെയും നല്ലത് പറഞ്ഞിട്ടില്ല. എല്ലാവരും ആ കണ്ണ് കണ്ട് പേടിക്കുകയും അവളെ കളിയാക്കുകയും അവളെ കാണാൻ വിയേഡാണെന്ന് പറയുകയും മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് പുട്ടിങ്ങിന്റെ ഒരു കുട്ടിക്കാലം കാണിക്കും. ചെറുപ്പത്തില് ബിഗ് മോം ആണെങ്കിൽ അവളെ പിടിച്ച് ഒരുപാട് പേരുടെ മുൻപിൽ നിർത്തും. ആക്ച്വലി നീ എൻ്റെ മകളാണ്, പക്ഷേ നിന്റെ ഈ 3ാമത്തെ കണ്ണും വിയേർഡ് ഫേസും അത് കാണുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് പേടിയാവുന്നു. സോ ദയവ് ചെയ്ത് നിന്റെ റിയൽ ഫേസ് അതുമാത്രം നീ ആരെയും കാണിക്കരുതെന്ന് പറഞ്ഞ് അവളെ കളിയാക്കും. കുഞ്ഞു പുട്ടിങ്ങിന് അത് ചെറുപ്പം മുതലേ ഒരു വലിയ വേദനയായിട്ട് അവളുടെ മനസ്സിൽ തന്നെ ഉണ്ടായിരുന്നു. അവളുടെ അമ്മ മാത്രമല്ല, പുറത്തുള്ള എല്ലാവരും അവളുടെ ആ കണ്ണിന്റെ പേരിൽ അവളെ കളിയാക്കി കൊണ്ടേയിരിക്കും. അവളുടെ ഹെയർ അതുപയോഗിച്ച് ആ കണ്ണ് മറയ്ക്കാൻ ശ്രമിക്കും. പക്ഷെ കുട്ടികളെല്ലാവരും ചേർന്ന് അവളുടെ ആ ഹെയർ കട്ട് ചെയ്ത് കളഞ്ഞ് അവളുടെ മോൺസ്റ്റർ കണ്ണ് അത് പുറത്ത് കാണിക്കാനായിട്ട് പറഞ്ഞ് അവളെ ബുള്ളി ചെയ്യാണ്. എല്ലാം കൊണ്ടും മനസ്സ് തകർന്ന പുട്ടിങ്ങിന്റെ മനസ്സ് അങ്ങനെ ഡാർക്കായി തീരുകയാണ്. അങ്ങനെ എല്ലാവരും ചേർന്ന് നിരന്തരമായിട്ട് അവളെ ബുള്ളിങ് ചെയ്ത് അവള് കൂടുതൽ ടെററായിട്ട് മാറി. അവളുടെ ഉള്ളിലെ ആ മോൺസ്റ്റർ നേച്ചറിനെ അതിനെ അവള് പുറത്തേക്ക് എടുക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷം അവളാണെങ്കിൽ അവൾ ആരൊക്കെ കളിയാക്കിയിട്ടുണ്ടോ അവരെ എല്ലാവരെയും തല്ലി കൊല്ലാനായിട്ട് തുടങ്ങി. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് അവളുടെ ഫേസിനെ പറ്റിയും ഇതിനെപ്പറ്റിയും ഇത്ര പോസിറ്റീവായിട്ട് ഒരാൾ പറയുന്നത്. അവൾക്കാണെങ്കിൽ അവളുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അവിടെയുള്ള വില്ലന്മാരാണെങ്കിൽ ഇപ്പൊ പല്ലെറുമും. പുട്ടിങ് നീ എന്താ ചെയ്യണേ, അവനെ കൊല്ലുന്നൊക്കെ പറഞ്ഞ് അവരങ്ങനെ മനസ്സിൽ പുറപുറുക്കാനായിട്ട് തുടങ്ങും. ബിഗ് മോം ആണെങ്കിൽ പ്രീസ്റ്റിന് സിഗ്നൽ കൊടുക്കും. ഉടനെ പ്രീസ്റ്റ് ആണെങ്കിൽ ഗണ്ണെടുത്ത് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. അതേസമയം ബിഗ് മോമിന്റെ 2ാമത്തെ മകൻ അവനും ജെല്ലി ഉപയോഗിച്ച് സാഞ്ചിയെ അറ്റാക്ക് ചെയ്യും. സാഞ്ചി ആണെങ്കിൽ ഞൊടിയിടയിൽ തെന്നി മാറുകയാണ്. സോ ആ ഒരു ജെല്ലി അതങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പ്രീസ്റ്റിന്റെ ദേഹത്ത് വീണ് ആള് മുകളിലേക്ക് ഷൂട്ട് ചെയ്യുകയാണ്. ഇവിടെ കപ്പോൺസ് ആണെങ്കിൽ നമ്മുടെ ആൾക്കാർക്ക് സിഗ്നൽ കൊടുക്കും. അത് കിട്ടേണ്ട താമസം അവരാണെങ്കിൽ കളത്തിലേക്ക് ചാടി ഇറങ്ങുകയാണ്. മറ്റൊരു ഭാഗത്ത് സാഞ്ചിയുടെ പപ്പ ആൾ ടെൻഷനായിട്ട് എന്തു പറ്റി, എന്താ ഇവിടെ നടക്കണേ, നിങ്ങൾ എന്തിനാ ചെയ്യാൻ ശ്രമിക്കണേ ചോദിച്ച് ഫുൾ കലിപ്പില് അങ്ങനെ എഴുന്നേറ്റ് നിൽക്കും. ബിഗ് മോമിന് മനസ്സിലാവും അവരുടെ പ്ലാൻ അത് ഓൾമോസ്റ്റ് പൊട്ടിപ്പാളീസായെന്ന്. എത്രയും വേഗം അറ്റാക്ക് ചെയ്ത് അവരെ തോൽപ്പിക്കണമെന്ന് പറഞ്ഞ് അവർ ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യും. അടുത്ത നിമിഷം ആ ജയന്റ് കേക്കിൽ നിന്ന് ഒരുപാട് ലൂഫിമാർ പുറത്തേക്ക് എടുത്ത് ചാടുകയാണ്. ചുറ്റും ഉണ്ടായിരുന്നവരെല്ലാവരും വണ്ടറടിച്ച് ലൂഫികളെ തന്നെ നോക്കും. ഇത്രയും ലൂഫികൾ എങ്ങനെ പുറത്തേക്ക് വന്നു ചിന്തിച്ച് അവർ വണ്ടറടിക്കുകയാണ്. ഈ കേക്ക് കടിച്ചു പിടിച്ച് മുൻപിലേക്ക് എടുത്തു ചാടുന്ന ലൂഫി അവനാണ് റിയൽ ലൂഫി. അത് കണ്ട് ബിഗ് മോം ആണെങ്കിൽ ഫുൾ കലിപ്പില് അങ്ങനെ നിലവിളിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.